ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നാജി നോട്ട്സ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് ഏരിയ ആൻഡ് ഡെഫിനിഷൻസ് എന്ന ടോപ്പിക്കാണ്. ഇത് KTU 2024 സ്കീം സിവിൽ എഞ്ചിനീയറിംഗിലെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, പെർമിറ്റ്. പെർമിറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഏതൊരു കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെതായ കൺസേൺഡ് അതോറിറ്റിയുടെ പെർമിഷൻ നമുക്ക് ആവശ്യമാണ്. ആൻഡ് ആ പെർമിഷൻ എങ്ങനെ വേണം? ഒരു റൈറ്റിംഗ് ആയിട്ട് വേണം. അങ്ങനെ കിട്ടുന്ന പെർമിഷനെയാണ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, സൈറ്റ് അല്ലെങ്കിൽ പ്ലോട്ട്. അത് നമുക്കറിയാലോ എന്താണ്. ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് ലാൻഡ് എൻക്ലോസ്ഡ് ബൈ ഡെഫിനറ്റ് ബൗണ്ടറീസ്. ചുറ്റിനും ബൗണ്ടറീസ് ഉള്ള ഒരു പീസ് ഓഫ് ലാൻഡ് ആണ് നമ്മൾ എവിടെയാണോ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ പീസ് ഓഫ് ലാൻഡിനെയാണ് നമ്മൾ സൈറ്റ് അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സെറ്റ് ബാക്ക് ലൈൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു പ്ലോട്ട് അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ബൗണ്ടറീസ് ഉണ്ട്. ഈ ബൗണ്ടറിക്ക് ചുറ്റിനും ഒരു യൂഷ്വലി പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കും. ആ ലൈനാണ് സെറ്റ് ബാക്ക് ലൈൻ. അതായത് ആ ലൈനിനപ്പുറത്തേക്ക് നമുക്ക് കൺസ്ട്രക്ഷൻ സാധിക്കില്ല. ഓക്കെ, ബിയോണ്ട് വിച്ച് നത്തിങ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്. ബിയോണ്ട് ദാറ്റ് ലൈൻ നമുക്ക് സൈറ്റിന് ചുറ്റും ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറിയുടെ ചുറ്റിനുമായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കും. നമ്മളല്ല, ദ കൺസേൺഡ് അതോറിറ്റി. അത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വാക്ക്. കൺസേൺഡ് അതോറിറ്റി ഒരു ലൈൻ ഫിക്സ് ചെയ്യും. ആ ലൈനിനപ്പുറത്തേക്ക് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതാണ് സെറ്റ് ബാക്ക് ലൈൻ. ഇതിന് അടുത്തത് ഓപ്പൺ സ്പേസ്. ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ പ്ലോട്ടിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയനെയാണ് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഓപ്പൺ ടു ദി സ്കൈ. ഇനി ഈ ഓപ്പൺ സ്പേസ് വരുന്നത് ഫ്രണ്ടിലാണെങ്കിൽ അതിന് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ സ്പേസ് എന്ന് പറയും. ഇനി ബാക്കിലാണെങ്കിൽ, റിയർ സൈഡിലാണെങ്കിൽ അതിനെ റിയർ ഓപ്പൺ സ്പേസ് എന്ന് പറയും. ദെൻ സൈഡിലാണെങ്കിൽ അതിനെ വൈഡ് ഓപ്പൺ സ്പേസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ടേമാണ് പ്ലിന്ത്. പ്ലിന്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതെന്താണ്? ഗ്രൗണ്ട് ലെവലിൻ്റെയും ഫ്ലോർ ലെവലിൻ്റെയും ഏറ്റവും ഫ്ലോർ ലെവലിൻ്റെയും ഇടയിലുള്ള പോർഷനാണ് പ്ലിന്ത്. മിഡിൽ പോർഷൻ ഓഫ് എ സ്ട്രക്ചർ ബിറ്റ്വീൻ ദി സർഫസ് ഓഫ് ദി സറൗണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് ദി സർഫസ് ഓഫ് ദി ഫ്ലോർ ഇമ്മീഡിയറ്റ്ലി അബോവ് ദി ഗ്രൗണ്ട്. ഇതാണ് പ്ലിന്ത്. ഓക്കെ അല്ലേ? ഇനി ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഇതാണ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ പോർഷനാണ് സൈറ്റ് അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെയാണ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ സൈറ്റിന് അല്ലെങ്കിൽ പ്ലോട്ടിന് നമ്മൾ എന്ത് പറഞ്ഞു? ചുറ്റിനും ബൗണ്ടറീസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ബൗണ്ടറീസ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ സൈറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ ഈ ബൗണ്ടറീസിന് പാരലായിട്ട്, യൂഷ്വലി പാരലായിട്ട് ഒരു ലൈൻ കൺസേൺഡ് അതോറിറ്റി സെറ്റ് ചെയ്യും. ആ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ലൈനിനെയാണ് സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയുക. ഓക്കെ, ഈ സെറ്റ് ബാക്ക് ലൈനിന്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് കൺസ്ട്രക്ഷൻ ഒന്നും അനുവദനീയമല്ല. ഓക്കെ, അതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് വരുന്ന ടേമാണ് ഫ്ലോർ. ഫ്ലോർ എന്താണെന്ന് നമുക്കറിയാലോ. ഇറ്റ്സ് ദ ലോവർ സർഫസ് ഇൻ ഒരു സ്റ്റോറിയിലെ ഏറ്റവും ലോവർ സർഫസിനെയാണ് ഫ്ലോർ എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് പ്ലോട്ട് ഏരിയ. പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്ലോട്ടിന്റെ ഏരിയ. നമ്മൾ പറഞ്ഞു സൈറ്റ് അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ബൗണ്ടറീസ് ഉള്ള ഒരു പീസ് ഓഫ് ലാൻഡ് ആണ്. ആ ലാൻഡിന്റെ, അതായത് ആ പ്ലോട്ടിന്റെ ബൗണ്ടറിക്ക് അകത്തുള്ള ഏരിയനെയാണ് പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കവേർഡ് ഏരിയ. കവേർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലിന്ത് ലെവലിന്റെ തൊട്ടു മുകളിലുള്ള ഗ്രൗണ്ട് ഏരിയ. അതായത് പ്ലിന്ത് ലെവലിന്റെ തൊട്ടു മുകളിലുള്ള ബിൽഡിംഗ് കവർ ചെയ്തിട്ടുള്ള ഏരിയ. ബിൽഡിംഗ് കവർ ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ഏരിയനെയാണ് കവേർഡ് ഏരിയ എന്ന് പറയുക. ഈ കവേർഡ് ഏരിയ പറയുമ്പോൾ അതിൽ ഗാർഡൻസ്, വെൽ, ഡ്രെയിനേജ്, റാംപ്സ്, സ്റ്റെയർകേസ്, ഗേറ്റ്, കോമ്പൗണ്ട് വാൾ, കൾവേർട്ട് ഇതൊന്നും ഉൾപ്പെടില്ല. ദേ ആർ എക്സ്ക്ലൂഡഡ്. ഈ വാക്ക് ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കവേർഡ് ഏരിയ എന്ന് പറയുമ്പോൾ അതിൽ ഗാർഡൻ, വെൽ, ഡ്രെയിനേജ്, കൾവേർട്ട്, കോമ്പൗണ്ട് വാൾ ഇതൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഒഴികെയുള്ള പ്ലിന്ത് ലെവലിന് തൊട്ടു മുകളിലുള്ള ബിൽഡിംഗ് കവർ ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ഏരിയനെയാണ് കവേർഡ് ഏരിയ എന്ന് പറയുന്നത്. then അടുത്തത് പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയ എന്താണ്? പേര് പോലെ ഏരിയ ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ദി പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവലിൻ്റെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഏരിയ
നോക്കിയാൽ അതിനെയാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുക. ഇനി പ്ലിന്ത് ഏരിയ എടുക്കുമ്പോൾ അതിൽ ഏരിയ ഓഫ് ഓപ്പൺ പോർച്ച് ആൻഡ് അൺകവേർഡ് സ്റ്റെയർ കേസ് ഇത് രണ്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, നോട്ട് ഇൻക്ലൂഡഡ്. ഓർക്കുക, അതായത് പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ ഓപ്പൺ പോർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വോൾ ഒന്നും എൻക്ലോസ് ചെയ്തിട്ടില്ലാതെ ചില പോർച്ചിന് ചുറ്റും നമ്മൾ വോൾ കൺസ്ട്രക്ട് ചെയ്യും, എന്നാൽ ചില പോർച്ച് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇടും. ഓക്കെ, വോൾ കൺസ്ട്രക്ട് ചെയ്യില്ല. സോ നോട്ട് എൻക്ലോസ്ഡ് ബൈ വോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ലാത്ത ഓപ്പൺ പോർച്ച്. ഓക്കെ, അതിൻ്റെ ഏരിയയും അൺകവേർഡ് സ്റ്റെയർ കേസിൻ്റെ ഏരിയയും എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്ലിന്ത് ഏരിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം ആണ് ഫ്ലോർ ഏരിയ. പേര് പോലെ ഫ്ലോറിൻ്റെ ഏരിയ എല്ലാ ലെവലിലുള്ള എല്ലാ ഫ്ലോർ ലെവലിലുള്ള ഇൻക്ലൂഡിങ് ബേസ്മെന്റ് ഫ്ലോർ ഉൾപ്പെടെ എല്ലാ ഫ്ലോർ ലെവലിലുള്ള ഏരിയ ആണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. എല്ലാ ഫ്ലോർ ലെവലിലുള്ള ഫ്ലോറിൻ്റെ ഏരിയ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടേം ആണ് കാർപ്പറ്റ് ഏരിയ. അതായത് എല്ലാ ഫ്ലോർ ലെവലിലും വരുന്ന യൂസബിൾ റൂംസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗത്തെ കവേർഡ് ഏരിയനെയാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതായത് കാർപ്പറ്റ് ഏരിയ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഏരിയ ഓഫ് വാൾസ്, ഏരിയ ഓഫ് സ്റ്റെയർ കേസ്, ലിഫ്റ്റ് വാൾസ്, എസ്കലേറ്റേഴ്സ് ഇതൊന്നും ഉൾക്കൊള്ളിക്കില്ല, ദേ ആർ എക്സ്ക്ലൂഡഡ്. ഓക്കെ, കാർപ്പറ്റ് ഏരിയ പറയുമ്പോൾ നമ്മൾ എല്ലാ ഫ്ലോർ ലെവലിലുള്ള റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗത്തെ കവേർഡ് ഏരിയയാണ് കാർപ്പറ്റ് ഏരിയ. ഓക്കെ, അതിൽ വാളിൻ്റെ ഏരിയ, സ്റ്റെയർ കേസിൻ്റെ ഏരിയ, ലിഫ്റ്റ് വാൾസ്, എസ്കലേറ്റേഴ്സ് ഇതൊന്നും നമ്മൾ ഉൾക്കൊള്ളിക്കില്ല, ദേ ആർ എക്സ്ക്ലൂഡഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ കാർപ്പറ്റ് ഏരിയ മെഷർ ചെയ്തെടുക്കാം. ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഡേറ്റ, ഇനി ഏതെങ്കിലും ഡേറ്റ ആബ്സെന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഫ്ലോർ ഏരിയയുടെ 20% ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് കാർപ്പറ്റ് ഏരിയ കിട്ടും. ടോട്ടൽ ഫ്ലോർ ഏരിയ ഫ്ലോർ ഏരിയ നമ്മൾ പറഞ്ഞു, എല്ലാ ഫ്ലോറിൻ്റെയും ടോട്ടൽ ഏരിയ ആണ് ടോട്ടൽ ഫ്ലോർ ഏരിയ. ടോട്ടൽ ഫ്ലോർ ഏരിയയിൽ നിന്ന് 20% ഓഫ് ഫ്ലോർ ഏരിയ നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ ബാക്കി കിട്ടുന്നതിനെ നമുക്ക് കാർപ്പറ്റ് ഏരിയ എന്ന് പറയാം, ഇൻ ആബ്സെൻസ് ഓഫ് അതർ ഡേറ്റ. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോർ ഏരിയ റേഷ്യോ. അതെന്താണ്? ഇറ്റ്സ് ദ quotient obtained by dividing total floor area of the floors divided by plot area. എല്ലാ ഫ്ലോർസിൻ്റെയും ഫ്ലോർ ഏരിയ ടോട്ടൽ ചെയ്ത് ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോർ ഏരിയ റേഷ്യോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം കവറേജ്. കവറേജ് എന്താ? പേര് പോലെ, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ കവേർഡ് ഏരിയനെയാണ് കവറേജ് എന്ന് പറയുന്നത്. നോർമലി ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജിലാണ്. പെർസെൻറ്റേജ് ഓഫ് പ്ലോട്ട് ഏരിയയുടെ ഇത്ര ശതമാനമാണ് കവറേജ്. അങ്ങനെയാണ് നമ്മൾ കവറേജ് നോർമലി എക്സ്പ്രസ് ചെയ്യാറ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്ന ടേം ആണ് ബിൽറ്റപ്പ് ഏരിയ. അതായത് കാർപ്പറ്റ് ഏരിയ വിത്ത് വാൾ തിക്നെസ്. അങ്ങനെ പറയാൻ കാര്യം എന്താ? കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വാൾ തിക്നെസ് എക്സ്ക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ബിൽറ്റപ്പ് ഏരിയ പറയുമ്പോൾ കാർപ്പറ്റ് ഏരിയ അതിൻ്റെ കൂടെ വാൾ തിക്നെസ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് അത് കൂടാതെ അതർ യൂസബിൾ ഏരിയാസ്, മറ്റ് യൂസബിൾ ഏരിയാസ് ഏതൊക്കെ? ഡ്രൈ ബാൽക്കണി, ടെറസ് എക്സെട്ര, അങ്ങനെ മറ്റ് യൂസബിൾ ഏരിയാസ് എല്ലാം കൂടെ ആഡപ്പ് ചെയ്ത് ടോട്ടൽ ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് ബിൽറ്റപ്പ് ഏരിയ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയയെക്കാളും എപ്പോഴും ബിൽറ്റപ്പ് ഏരിയ എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഒരു നോട്ട് ചെയ്യുക. പ്ലിന്ത് ഏരിയ ഈസ് യൂസ്ഡ് ഫോർ ഇൻഡിവിജ്വൽ ഹൗസസ് ആൻഡ് വില്ലാസ്. നമ്മൾ നോർമൽ ഇൻഡിവിജ്വൽ ഹൗസസിനും വില്ലാസിനൊക്കെയാണ് പ്ലിന്ത് ഏരിയ ഉപയോഗിക്കുന്നത്. അതേസമയം ലാർജ് അപ്പാർട്ട്മെന്റ്സ്, ബിൽഡർ ഫ്ലോർസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ബിൽറ്റപ്പ് ഏരിയ ആണ് കൂടുതൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കേണ്ട ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് നോക്കാം, സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് സൈറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് വെയർ ഫോളോയിങ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫെസിലിറ്റീസ് ഉള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ സൈറ്റ് നോക്കി സെലക്ട് ചെയ്യാവൂ. അതായത് എന്തൊക്കെയാണത്? ജനറൽ അമ്യൂണിറ്റീസ്, സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, ബാങ്ക്സ്, നമുക്ക് അത്യാവശ്യം വേണ്ട ജനറൽ അമ്യൂണിറ്റീസ്
ഉള്ള ഒരു സ്ഥലമായിരിക്കണം. പിന്നെ യൂട്ടിലിറ്റി സർവീസസ്, നമുക്ക് ആവശ്യമുള്ള വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, ഗ്യാസ്, ഇതൊക്കെ നമുക്ക് എന്താണ് ആവശ്യമുള്ള യൂട്ടിലിറ്റി സർവീസസ് ആണ്. ദെൻ പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, റോഡ് ആക്സസ്, ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. പിന്നെ ഷോപ്പിംഗ് ഫെസിലിറ്റീസ്. ഈ പറയുന്ന 4 ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനുള്ള സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് സൈറ്റ് ഷുഡ് നോട്ട് ബി അൺഡ്യുലേറ്റിംഗ്. നമ്മൾ എപ്പോഴും ഒരു സൈറ്റ് എടുക്കുമ്പോൾ അത് ലെവൽഡ് സർഫസ് ആയിരിക്കണം. ലെവലായിട്ടിരുന്നാലല്ലേ നമുക്ക് കൺസ്ട്രക്ഷൻ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അൺഡ്യുലേറ്റിംഗ് ആവാൻ പാടില്ല. അൺഡ്യുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ പാടില്ല. കാര്യം നമുക്ക് എന്തായാലും ലെവൽഡ് സർഫസ് വേണം. അപ്പോൾ ഒരു അൺഡുലേറ്റഡ് സൈറ്റ് ആണെങ്കിൽ നമുക്ക് ലെവലിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് കോസ്റ്റ് കൂടുതലായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ സൈറ്റ് ഷുഡ് നോട്ട് ബി അൺഡുലേറ്റിംഗ്, സൈറ്റ് ലെവൽഡ് ആയിരിക്കണം. ദെൻ അടുത്ത പോയിന്റ് വരുന്നത് സൈറ്റ് ഷുഡ് ബി സ്പേഷ്യസ്. അതായത് നമ്മൾ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരിക്കണം. അത്യാവശ്യം എന്താ, അൺഒബ്സ്ട്രക്റ്റഡ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ, ലൈറ്റും വെളിച്ചും വെളിച്ചവും ഒക്കെ എത്തുന്ന ഒരു സൈറ്റ് ആയിരിക്കണം. അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം. Then അടുത്ത പോയിന്റ്, ഏരിയ ഓഫ് ദ സൈറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ഓണർ. നമ്മൾ ഒരു സൈറ്റ് എടുക്കുമ്പോൾ അത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ സൈറ്റ് എടുക്കുന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഓണറിന്റെ റിക്വയർമെന്റ്സ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ സൈറ്റിന് കഴിയണം, വിത്ത് പോസിബിലിറ്റീസ് ഓഫ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അതാണ് അവിടുത്തെ പോയിന്റ്. നമുക്ക് ഇപ്പോഴത്തെ മാത്രമല്ല, നമുക്ക് ഭാവിയിൽ ഇനി ആ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പണിയുന്ന ബിൽഡിങ്ങിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ ചെയ്യണം, എന്തെങ്കിലും മോടി പിടിപ്പിക്കേണ്ടിയൊക്കെ വരും എന്നുണ്ടെങ്കിൽ ആ ഫ്യൂച്ചർ എക്സ്പാൻഷൻ കൂടെ കണ്ണിൽ കണ്ടുകൊണ്ട് വേണം നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്യാൻ. then അടുത്തത് സൈറ്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ ആൻ എലിവേറ്റഡ് പ്ലേസ്. അതായത് ഒന്ന് കുറച്ച് മുകളിലായിട്ടായിരിക്കണം. ലൈക്ക് ദിസ്. ഇപ്പം ഇങ്ങനെ ഒരു എലിവേറ്റഡ് പ്ലേസ് ആണെങ്കിൽ നമുക്ക് എന്താ, മഴയൊക്കെ പെയ്താൽ ഡ്രെയിനേജ് ഓഫ് വാട്ടർ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. മനസ്സിലായോ? അപ്പം അതുപോലെ ഒരു എലിവേറ്റഡ് പ്ലേസിലായിരിക്കണം സൈറ്റ് ഉണ്ടായിരിക്കേണ്ടത്, വിത്ത് സഫിഷ്യൻറ്റ് സ്ലോപ്പ്. ഒരു സ്ലോപ്പും കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, ഡ്രെയിനേജ് ഓഫ് വാട്ടർ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. then അടുത്ത് വരുന്ന സൈറ്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ എ ലൊക്കാലിറ്റി വിച്ച് ഇസ് വെൽ ഡെവലപ്ഡ്. അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫാസ്റ്റ്ലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിംഗ് ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഏത് പർപ്പസിന് വേണ്ടിയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ സൈറ്റിന് കഴിയണം. അതിനനുസരിച്ചുള്ള സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. പർപ്പസ് ഓർ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് അതിന് സ്യൂട്ട് ആയിട്ടുള്ള സൈറ്റ് വേണം സെലക്ട് ചെയ്യാൻ. ദെൻ അടുത്തത് വരുന്നത് സൈറ്റ് മസ്റ്റ് നോട്ട് ബി ഇറഗുലർലി ഷേപ്ഡ്. സൈറ്റ് എപ്പോഴും ഇറഗുലർലി ഷേപ്ഡ് ആയിരിക്കരുത്, റെഗുലർലി ഷേപ്ഡ് ആയിരിക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് സൈറ്റ് ഷുഡ് ബി ഇൻ എ ലൊക്കാലിറ്റി വെയർ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെന്റ്സ് പ്രൊവൈഡ് ഹെൽത്തി ലിവിങ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഏത് തരം എൻവയോൺമെന്റ് ആയിക്കോട്ടെ, നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ഏത് തരം എൻവയോൺമെന്റ് ആയിക്കോട്ടെ, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിവിങ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് തരുന്ന ഒരു സൈറ്റ് ആയിരിക്കണം. നമുക്ക് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആയിരിക്കണം, അല്ലെ? ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് സൈറ്റ് ഷുഡ് ബി അവേ ഫ്രം പൊല്യൂഷൻ പ്രോൺ ഏരിയാസ്. അതായത് ക്വാറീസ്, ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് പോലെയുള്ള പൊല്യൂഷൻ പുറപ്പെടുവിക്കുന്ന ഏരിയാസിൽ നിന്ന് അകലെ ആയിരിക്കണം നമ്മുടെ സൈറ്റ്. ഇങ്ങനത്തെ ഏരിയാസിന്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ സൈറ്റ് എടുക്കാൻ പാടില്ല. ദെൻ സൈറ്റ് അലോങ് സീഷോർ ഷുഡ് നോട്ട് ബി പ്രിഫേർഡ്. കടൽ തീരത്തുള്ള ഒരു സൈറ്റ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് മണ്ണിലാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിന്, ആ മണ്ണിന് മുകളിലോട്ട് വരാൻ പോകുന്ന ബിൽഡിങ്ങിനെ താങ്ങാനുള്ള കരുത്ത് ആ മണ്ണിനുണ്ടായിരിക്കണം. അതായത് ആ സൈറ്റിലുള്ള സോയിലിന് ഹൈ ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഫൗണ്ടേഷൻ. കാര്യം എന്താ, ലോ ബെയറിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ, അതായത് ആ സോയിലിന് ബെയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി നല്ല ഫൗണ്ടേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് നല്ലോണം കോസ്റ്റ് വരും. അതേസമയം ഹൈ ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള സോയിലുള്ള ഒരു സൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫൗണ്ടേഷന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ്, സൈറ്റ് ഷുഡ് നോട്ട് ബി ഇൻ എ വാട്ടർ ലോക്ക്ഡ് ഏരിയ. മഴ പെയ്താലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് സൈറ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്. ഓക്കെ.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് ഏരിയ ആൻഡ് ഡെഫിനേഷൻസ് നോക്കി, സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിങ്സും നോക്കി. ഇനി ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊരു ടോപ്പിക്കും കൂടെ ഈ മൊഡ്യൂളിലുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതോടുകൂടി ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.